അവനെപ്പോൾ ശുദ്ധനായുന്നതനായി ഇല്ലാരും സൗമ്യതയും താഴ്മയും നിറഞ്ഞവനായി ഇല്ലാരും എൻ ഖേദമെല്ലാം താനറിഞ്ഞിടും, എൻ കാലമെല്ലാം താൻ നയിച്ചിടും. യേശുവെ പോലൊരു സഖിയായെങ്ങും ഇല്ലാരും. ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മശുശ്രൂഷയാണ്. ഇന്ന് ദൈവോജ്ഞത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ ക്രൈസ്റ്റ് രാജ് മാവേലിക്കര ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ മാധ്യമത്തിലൂടെ എൻ്റെ ശബ്ദം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ബഹുമാന്യ സഹോദരി സഹോദരന്മാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി 1 രാജാക്കന്മാരുടെ പുസ്തകം 17, 18, 19 അധ്യായങ്ങളിൽ പ്രതിപാദിക്കുന്ന തിശ്ബ്യനായ ഏലിയാവ് എന്ന ദൈവപുരുഷനെക്കുറിച്ചുള്ള ലഘുപഠനമാണ് നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുന്നത്. പ്രിയരെ, ഏകദേശം 3000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു പ്രവാചകനാണ് ഏലിയാവ്. സാഹചര്യങ്ങളെല്ലാം എതിരായിരുന്ന കാലത്ത് ഏകനായി നിന്ന് യഹോവയ്ക്ക് വേണ്ടി പൊരുത വീരയോദ്ധാവ്. പഴയ നിയമം അവസാനിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ടാണ്. മലാഖി 4:5-6 വാക്യങ്ങൾ: യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാൾ വരുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഏലിയാ പ്രവാചകനെ അയക്കും. ഞാൻ വന്ന് ഭൂമിയെ സംഹാര ശബ്ദം കൊണ്ട് ദഹിപ്പിക്കാതിരിക്കേണ്ടതിന് അവൻ അപ്പന്മാരുടെ ഹൃദയം മക്കളോടും മക്കളുടെ ഹൃദയം അപ്പന്മാരോടും നിരപ്പിക്കും. ഇസ്രായേൽ ജനത്തിൻ്റെ വലിയൊരു പ്രത്യാശ വിഷയമായിരുന്നു ആ പ്രവാചകൻ. മത്തായി 11:14 യോഹന്നാൻ സ്നാപകനെ പറ്റി നമ്മുടെ കർത്താവ് ജനത്തോട് പറയുന്നത്, നിങ്ങൾക്ക് പരിഗ്രഹിപ്പാൻ മനസ്സുണ്ടെങ്കിൽ വരുവാനുള്ള ഏലിയാവ് അവൻ തന്നെ എന്നാണ്. ഏലി ഏലി ലമ്മാ ശബക്താനി എന്ന് കർത്താവ് ക്രൂശിൽ വെച്ച് നിലവിളിച്ചപ്പോൾ അവിടെ നിന്നിരുന്നവരിൽ ചിലർ പറഞ്ഞത് അവൻ ഏലിയാവെ വിളിക്കുന്നുവെന്നാണ്. മത്തായി 27:47 ഏലിയാവ് അവരുടെയൊക്കെ ശ്രദ്ധയിൽ അലിഞ്ഞു ചേർന്നിരുന്ന ഒരു മനുഷ്യനായിരുന്നു. സക്കറിയ പുരോഹിതനോട് ദൂതൻ തനിക്ക് ജനിപ്പാനുള്ള മകനെപ്പറ്റി അവൻ ഏലിയാവിൻ്റെ ആത്മാവോടും ശക്തിയോടും കൂടെ നടക്കുമെന്നാണ് പറയുന്നത്. ലൂക്കോസ് 1:17 യോഹന്നാൻ സ്നാപകൻ്റെ അസാധാരണത്വം കണ്ട യഹൂദന്മാർ നീ ഏലിയാവോ എന്നാണ് ചോദിക്കുന്നത്. യോഹന്നാൻ 1:21 യഹൂദന്മാരുടെ ചരിത്രത്തിൽ നിന്ന് ഒഴിച്ചു നിർത്തുവാൻ കഴിയാത്ത ഒരു വ്യക്തിയായിരുന്നു ഏലിയാവ്. നമ്മോടും ഏലിയാവ് സംസാരിക്കുന്നു. ഏലിയാവിൻ്റെ ജീവചരിത്ര പഠനം നമുക്ക് അത്യന്തം പ്രയോജനം ചെയ്യുന്നതാണ്. നമുക്ക് ചെയ്യുവാനുള്ള ജോലി കഠിനമാണെന്ന് തോന്നുമ്പോൾ ഏലിയാവിൻ്റെ ചരിത്രത്തിലേക്ക് നോക്കുക. എത്ര കഷ്ടമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി. ശത്രുക്കൾ വളരെ. അന്നത്തെ രാജാവും ഗവൺമെൻറ്റും എതിര്, മതനേതാക്കൾ എല്ലാവരും എതിര്, ഉഗ്രന്മാരായ ശത്രുക്കൾ, ജീവന് പോലും ഹാനി സംഭവിക്കാവുന്ന സന്ദർഭങ്ങൾ. എന്നിട്ടും തൻ്റെ കർത്തവ്യം നിറവേറ്റുന്നതിൽ ഭയന്നില്ല, പതറിയില്ല. എനിക്ക് ചെയ്യുവാനുള്ള ജോലി വളരെ കഠിനമാണ്, പ്രശ്നങ്ങൾ വളരെ, എതിർപ്പുകൾ ഭയങ്കരമെന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിനായി ചെയ്യേണ്ടുന്ന കർത്തവ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്ന സഹോദര, ഏലിയാവ് നിനക്കെതിരായി നിൽക്കുന്നു. എത്ര കഠിന ജോലിയും ചെയ്യുവാൻ കർത്താവ് ബലപ്പെടുത്തുമെന്ന് അവൻ പറയുന്നു. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും ശക്തനാകുന്നു എന്ന പൗലോസിൻ്റെ അനുഭവം തന്നെ ഏലിയാവിനുമുണ്ടായിരുന്നു. തൻ്റെ പ്രവൃത്തി കഠിനമായിരുന്നു എന്ന് മാത്രമല്ല, അത് താൻ ഏകനായി നിറവേറ്റേണ്ടിയുമിരുന്നു. ഏലിയാവിന് സഹപ്രവർത്തകരില്ലായിരുന്നു. സ്വജാതി ജനങ്ങളും തനിക്കെതിരായിരുന്നു. ഏകനായി ഒരു വലിയ ജനസമൂഹത്തെ അഭിമുഖീകരിച്ചവനാണ് അവൻ. എന്തൊരു ധീരത, എന്തൊരു ശുഷ്കാന്തി. കർത്താവിനെ കൂട്ടിന് കിട്ടിയാൽ പിന്നെ ഏകാന്തത ഒരു പ്രശ്നമല്ല. കർത്താവ് കൂടെയുണ്ടെങ്കിൽ 1000 കൂടെയുള്ളതിലും നല്ലതാണ്. എന്നെ പ്രോത്സാഹിപ്പിക്കാൻ ആരുമില്ലെന്ന് പ്രിയ സ്നേഹിത നീ പറഞ്ഞിട്ടുണ്ടോ? നിന്നെ പ്രോത്സാഹിപ്പിക്കാൻ കർത്താവില്ലേ? അവൻ മതിയായവനല്ലേ? ഏകനായി ദൈവത്തെ മാത്രം മുമ്പിൽ കണ്ടുകൊണ്ട് സധീരം മുന്നോട്ട് പോയ ഏലിയാവ് നമുക്കൊരു മാതൃകയായിരിക്കട്ടെ. ഏലിയാവിൻ്റെ പ്രവർത്തനങ്ങൾക്ക് അന്നുണ്ടായിരുന്ന പ്രതികരണം എന്താണ്? ജനങ്ങൾ ബാലിനെ ആരാധിക്കുന്നതിൽ നിന്ന് പിന്മാറിയോ? എത്രത്തോളം 2 തോണിയിൽ കാലുവെക്കുമെന്ന് ഏലിയാവ് ചോദിച്ചില്ലേ? എന്നിട്ടും ജനം മനം തിരിഞ്ഞോ? ദൈവത്തെ മാത്രം സേവിക്കുവാൻ തീരുമാനിച്ചോ? ആഹാബിനും ഇസബലിനും വല്ല വ്യതിചലനമുണ്ടായോ? കുറെ കൂടെ
ഹൃദയരാകുകയല്ലേ ചെയ്തുള്ളൂ. ജനങ്ങൾ ദൈവത്തിങ്കിൽ നിന്ന് കൂടുതലകുന്ന വിഗ്രഹാരാധകരായി ഭവിച്ചില്ലേ? ഏലിയാവ് പ്രവർത്തിച്ചിട്ട് എന്തു സാധിച്ചു എന്ന് ചോദിക്കുവാൻ തുനിയുന്നവർ ആരെങ്കിലും ഉണ്ടാകാം. ഏലിയാവിനോട് ചോദിച്ചില്ലെങ്കിലും ഇന്നത്തെ ചില ക്രിസ്തീയ പ്രവർത്തകരോട് ചോദിക്കുന്നവർ കാണും. നിങ്ങൾ പ്രവർത്തിച്ചിട്ട് എന്തു ഫലമുണ്ടായി? എത്ര പേർ രക്ഷിക്കപ്പെട്ടു? എത്ര പേർ സഭയിൽ ചേർന്നു? വല്ല മാറ്റവും ചുറ്റുപാടിലുണ്ടായോ? ഇതിനൊക്കെ പ്രതികൂലമായ മറുപടിയെ പറയാനുള്ളൂവെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം പരാജിതമായി എന്നാണ് ചിലർ വിചാരിക്കുന്നത്. അങ്ങനെയുള്ളവരുടെ മുഖത്ത് നോക്കി ഏലിയാവ് പറയും, ദൈവത്തിൻ്റെ ഒരു വീരനായ സാക്ഷിയായി നീ നിൽക്കുക. നിന്നെ ഏൽപ്പിച്ച കർത്തവ്യങ്ങൾ വിശ്വസ്തയോടെ ചെയ്യുക. അതിൻ്റെ ഫലം എന്താണെന്നുള്ളതിന് നീ അധികം ഭാരപ്പെടേണ്ട. എല്ലാത്തിൻ്റെയും ഫലം ഇന്ന് കണ്ടില്ലെന്ന് വരും, നിൻ്റെ ആയുഷ്കാലത്ത് ലഭിച്ചില്ലെന്ന് വരും. എങ്കിലും കർത്താവിൽ നമ്മുടെ പ്രയത്നമൊന്നും വ്യർത്ഥമല്ല. ഇന്ന് വിതച്ചാൽ നിത്യതയിലായിരിക്കും നാം കൊയ്യുന്നത്. ഇവിടെ ചെയ്തതിൻ്റെ ഫലം അവിടെയായിരിക്കും ലഭിക്കുന്നത്. ഏലിയാവിൻ്റെ പ്രവർത്തനം ഫലരഹിതമായി തീർന്നുവോ? തൻ്റെ ജീവിതകാലത്ത് അത് വലിയ കോളിളക്കങ്ങൾ സൃഷ്ടിച്ചില്ലായിരിക്കാം. എന്നാൽ ഏലിയാവ് ഇന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. എത്ര ജീവിതങ്ങളെ ഏലിയാവ് വ്യത്യാസപ്പെടുത്തിയിരിക്കുന്നു, ദൈവത്തിനായി പ്രയോജനപ്പെടുത്തിയിരിക്കുന്നു. പ്രിയ സഹോദര, താൽക്കാലികങ്ങളായ ഫലങ്ങളിൽ ആശ്രയിക്കാതിരിക്കുക. നിത്യതയെ മുമ്പിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കുക. ഒരിക്കലും വ്യർത്ഥമല്ലാത്തൊരു പ്രവൃത്തിയാണ് ദൈവം നിന്നെ ഏൽപ്പിച്ചതെന്ന് ഓർക്കുക. ഈ ഏലിയാവ് വെറുമൊരു സാധാരണ മനുഷ്യനായിരുന്നു. അവൻ നമുക്ക് സമസ്വഭാവിയായിരുന്നു എന്നാണ് യാക്കോബ് പറയുന്നത്. യാക്കോബ് 5:17. തിശ്ബ്യനായ ഏലിയാവെന്നേ വേദപുസ്തകം പറയുന്നുള്ളൂ. തോൽവികൾ സംഭവിച്ചവനായിരുന്നു ഏലിയാവും. ചൂരച്ചെടിയുടെ കീഴിലിരുന്ന് മരിപ്പാൻ ഇച്ഛിച്ചവനല്ലേ നാം ചിന്തിക്കുന്ന ഈ വലിയ പ്രവാചകൻ. ഇപ്പോൾ മതിയായി, യഹോവയെ എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ എന്നല്ലേ അവൻ പറഞ്ഞത്. അലസനായി കിടന്നുറങ്ങുന്നവനെ ദൂതൻ തട്ടി എഴുന്നേൽപ്പിക്കേണ്ടി വന്നില്ലേ? ദൂരയാത്ര ചെയ്യുവാനുണ്ടെന്ന ദൈവം എഴുന്നേൽപ്പിച്ച് നടത്തിയവൻ കുറേ നടന്നിട്ട് ഹോരേബിലെ ഗുഹയിൽ കയറി പാർപ്പാൻ തുടങ്ങിയില്ലേ? അപ്പോൾ നിനക്കിവിടെ എന്ത് കാര്യമെന്ന് ദൈവം ചോദിക്കേണ്ടി വന്നില്ലേ? വീഴ്ചകൾ, താഴ്ചകൾ സംഭവിച്ച മനുഷ്യനായിരുന്നു. സ്നേഹിതരെ, ദൈവം ഉപയോഗിച്ചിട്ടുള്ളവരൊക്കെയും വെറും സാധാരണക്കാരാണ്, വെറും കളിമണ്ണുകൾ മാത്രം. ദൈവത്തിൻ്റെ കൈകളിലായിരുന്നു എന്ന യോഗ്യതയെ അവർക്കും നിനക്കും ഉള്ളൂ. നിനക്കും അത് മതി. ചരിത്രത്തിൽ പെട്ടെന്ന് ഏലിയാവ് പ്രത്യക്ഷപ്പെടുന്നു. ആഹാബ് എന്ന രൂക്ഷമൂർത്തിയായ രാജാവിനോട് ഞാൻ പറഞ്ഞല്ലാതെ മഞ്ഞും മഴയും ഉണ്ടാകിയില്ല എന്ന് വീരശബ്ദം മുഴക്കുന്ന നിർഭയനായ ഒരു ദൈവപുരുഷനായി നാം അവനെ കാണുന്നു. എന്നാൽ അവിടെയാണ് അവൻ്റെ ചരിത്രം തുടങ്ങുന്നതെന്ന് നാം കരുതരുത്. ഒരു സുപ്രഭാതത്തിൽ ഒരു വീരപുരുഷനായി തീരുവാൻ ആർക്കും സാധിക്കുന്നതല്ല. അവൻ്റെ ഈ പ്രത്യക്ഷതയുടെ പിൻപിൽ സുദീർഘമായ ഒരു ചരിത്രം ഉണ്ട്. ദൈവസന്നിധിയിൽ ഇസ്രായേലിൻ്റെ അവസ്ഥയെ കണ്ട് വീണു നിലവിളിച്ച രാത്രികൾ, പ്രാർത്ഥനയ്ക്കായി മുട്ടിന്മേൽ യാമങ്ങൾ, ദൈവവുമായി നിരന്തര കൂട്ടായ്മ അനുഭവിച്ച നാൾ വഴികൾ എത്രയെത്ര കാണും ഏലിയാവിന്. അതിൻ്റെ പരിണിത ഫലമാണ് ആഹാബിൻ്റെ മുമ്പിലെ പ്രത്യക്ഷത. മനുഷ്യരാൽ അറിയപ്പെടുന്നവനായി നീ തീരുന്നതിന് മുമ്പ് ദൈവത്താൽ അറിയപ്പെടുന്നവനായിരിക്കണം. ഞാൻ സേവിച്ചു നിൽക്കുന്ന യഹോവ എന്നാണ് ആഹാബിനോട് ഏലിയാവ് പറയുന്നത്. ദൈവത്തെ ദീർഘകാലമായി സേവിക്കുകയാണ് ഏലിയാവ്. അതിനാലാണ് ഇപ്പോൾ ആഹാബിനോട് ആ ദൈവത്തിൻ്റെ നാമത്തിൽ സംസാരിക്കുവാൻ ഏലിയാവിന് കഴിയുന്നത്. ഏലിയാവ് ജീവിച്ച കാലം ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും അന്ധകാരകാലമായിരുന്നു. ബാൽ ആരാധന അന്നത്തെ അംഗീകരിക്കപ്പെട്ട രാഷ്ട്രമതമായിരുന്നു. അനേക ലക്ഷങ്ങളിൽ ബാലിനെ കുമ്പിടാത്തവർ 7000 പേർ മാത്രമേ ശേഷിച്ചിരുന്നുള്ളൂ. ന്യൂനപക്ഷം മാത്രം. അത്ര ദുർഘടമായ ഒരു കാലത്ത് വീറോടെ ദൈവത്തിനായി നിൽക്കുവാൻ ഏലിയാവിന് കഴിഞ്ഞു. അന്നത്തെ പൊതുജനങ്ങളുടെ പോക്കിനെതിരായി, ലോകഗതിക്ക് പ്രതികൂലമായി അവൻ നിലകൊണ്ടു. നിന്നെക്കൊണ്ടും എന്നെക്കൊണ്ടും അത് സാധിക്കും. ദൈവകരങ്ങളിൽ നാം നമ്മെ സമർപ്പിച്ചാൽ അത് സാധ്യമാണ്. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ചിന്തകളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സുവിശേഷത്തിൻ്റെ വ്യാപനത്തിനായി നമുക്കെല്ലാവർക്കും പ്രയോജനപ്പെടുവാൻ ഈ ചിന്ത ഒരു മുഖാന്തരമായിട്ട് തീരട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.